ഹായ് ഗായ്സ്, അങ്ങനെ ഇന്നലെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഓഫീസിലിരുന്നപ്പോഴാണ് തങ്ക വിളിക്കുന്നത്. എടാ തങ്കായി എവിടെയാണ്, നമുക്ക് നാളെ ഗുണ്ടൽപേട്ട് വരെ ഒന്ന് പോയാലോ? അപ്പോൾ ഞാൻ ഒന്ന് നോക്കിയാൽ ഞാൻ ഓക്കെയാണ്. തങ്ക എപ്പോഴും വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഒന്ന് നോക്കിയാൽ എന്താ ഏതാ ഒന്നും ചോദിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഓഫീസ് ലീവാക്കി. ഇന്നലെ രാത്രി തന്നെ ഞാനൊരു രാത്രി വീട്ടിൽ പോയിട്ട് ഒരു 11:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തങ്കൻ്റെ അടുത്ത് വന്ന് സ്റ്റേ ചെയ്ത് ഇപ്പോൾ പുലർച്ചെ 4 മണിക്ക് ഞങ്ങൾ ഗുണ്ടൽപേട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതായി. ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങളിപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ എവിടെ എത്തി? ടൈഗർ റിസർവിൻ്റെ അവിടെ എത്തി. അപ്പോൾ ബാക്കി യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി ഇങ്ങനെ പോകും. അങ്ങനെ ഗൈസ്, നമ്മൾ ഫൈനലി അല്ല, നമ്മൾ ഇവിടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണിത്. ബന്ദിപ്പൂർ അല്ല, മുതുമലയല്ലേ? മുതുമലയാണ് ഇങ്ങോട്ട് പറയാ, മുതുമലൈ. ഗൈസ്, ഇനി അങ്ങോട്ട് നമ്മൾ വനാതിർത്തിയിലുള്ള ഞങ്ങൾ വനാതിർത്തിയിലൂടെയുള്ള യാത്ര തുടർന്നു. സഫാരി. അപ്പോൾ എൻ്റെ ഡ്രൈവറായ സ്പൾബർക്ക് എന്നോട് പറഞ്ഞു, സുഖമല്ലേ, സുഖമാണോ, മുതുമലൈ റിസർവ് ആകാം ഇത്. തേക്കുകളാൽ വിരിഞ്ഞു നിൽക്കുന്ന നിബിഡവനം. തങ്കൻ സൺ റൂഫ് തുറന്നിട്ടുണ്ട് ഗൈസ്. സൺ റൂഫ്. ഓക്കെ. ഓ മോനെ, എന്തേലൊക്കെ പറയാ, വെല്ല പോ ഗൈസ്. ഏതാ മൂഡ്? അടിപൊളി അടിപൊളി കിടിലം പോയി. അത് തങ്ക കാട്ടിപ്പോത്ത് നിർത്തി, ഒന്ന് വെയിറ്റ് ചെയ്തേ. ലെഫ്റ്റില്. ഓ മോനെ, സീരി കാട്ടിപ്പോത്ത് പോണുണ്ടോ? ഇങ്ങനെ ചെയ്യണം. ഇതും കുങ്കിയാണ്. ഓക്കെ, ഒക്കെ കുങ്കിയാണ്. ഇത് കുങ്കിയാണ്. മറ്റാനാ ഇത് കുങ്കിയല്ല കേട്ടോ, ഇത് കുങ്കിയല്ല. ഗൈസ് നോക്കും, ഇതാണ് കാട്ടിലെ ആട്. നമ്മൾ മുതുമലൈ വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഫുൾ ഇതാ പുള്ളിമാൻ ക്രോസ്. ഓ മോനെ, ഇത്തടുത്ത കുഞ്ഞാണേ. ഓയ് പോരണോ? ഓയ് ഓയ്, ഇത് താത്തയിലേക്കുണ്ട് കിട്ടോണിയേ. ഓയ് പോരണോ? എന്തേ പോരണോ ജി? പോരണ? മൂക്കൊണ്ടൊക്കെ എന്താ കാട്ടണം കേട്ടോ. ഇവന്റെ അടുത്ത് നിർത്തിക്കേ. ഇവനെ പെണ്ണേ. ഓയ് ഏട്ടോയ്, അല്ല എടുത്തിയാണ്, എടുത്തിയേ. മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അതെ, ഇത് നമ്മള് നേരെ ഗുണ്ടൽപേട്ട് മൈസൂര്, മസനഗുഡി വഴി ഊട്ടി. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മൂടാട്ടോ ഇവിടെ പോക്ക്. അതെ. അപ്പം പറഞ്ഞു,
രാത്രി തങ്കൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ അടിച്ച് കിടന്നുറങ്ങിയതാണ്. അതെ. അപ്പോൾ ഇന്നലെ ഉണ്ടല്ലോ, ഇന്ന് നല്ല സുഖമായിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിയിട്ടോ. തങ്കം തീരെ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ ടൈം കിട്ടിയില്ല. ഈ വണ്ടി മയില് നമ്മളെ മയിലിന്നൊരു വേലല്ലേ ഇപ്പൊ, മയിലിന്നൊരു വേലല്ല. കാരണം മയിലിനൊക്കെ ആദ്യം വല്ലപ്പോഴേ കാണാൻ, ഇപ്പൊ വീടിന്റെ വേല തന്നെ മയിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് വെച്ചാല് ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. രാവിലെ നീച്ചപ്പോ എന്താ എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന സുഖം. അപ്പൊ ആരെടുത്ത് തങ്കനാണ്. ഞാൻ തങ്കന് നല്ല വീതിയും നല്ല സൈസൊക്കെ ഉള്ള പുറായതുകൊണ്ടേ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന പോലെ ഫീൽ ചെയ്ത രാവിലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി. വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ഇതുവരെ തമിഴ്നാടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ കർണാടക ഇപ്പൊ നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ മുതുമല ചെയ്യുന്നു, ഇപ്പോൾ ബന്ദിപ്പൂരായി. നമുക്ക് അങ്ങോട്ട് കൂടെ മാറിയതാണ്. അപ്പം എന്തായാലും ഇനി കാഴ്ചകൾ ബന്ദിപ്പൂരിലേത്. മുന്നില് ടൈഗർ റിസർവ് അല്ല, മറ്റേ എന്താ പറയുക, ബന്ദിപ്പൂര് കാണാൻ നല്ല എല്ലാ ആംബിയൻസും വിഷ്വൽസ്. ഇതാ നമ്മുടെ പരിവാരങ്ങളും കുഞ്ഞുട്ടനും പരിവാരവും ബഹുമാനപ്പെട്ട സദർസ്ഥാനം വളക്കി വെക്കലിട്ടോ. അതോടെ പോസ്റ്റർ കൂടെ ബഹുമാനപ്പെട്ട സദർസ്ഥാത് നമുക്ക് എന്ത് എന്തായാലും പരിഹാരം ഉണ്ടാക്കാം. കച്ചറ കൂടിയല്ലേ ഈ പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. ഉടുപ്പി നോ, ദിസ് ഇസ് ഉടുപ്പി, നോട്ട് ഉടുപ്പി, ദിസ് ഇസ് ഒന്നും പറയാൻ കിട്ടില്ല ഗൈസ്. എങ്ങനെയാണ് ഈ വ്ളോഗേഴ്സ് ഒക്കെ സംസാരിക്കുന്നത്? സൂര്യകാന്തി പാടങ്ങൾ നല്ലോണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക 20 കിലോമീറ്ററൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ 20 കിലോമീറ്റർ ഉള്ളത്. അപ്പോൾ അതൊക്കെ എത്ര പെട്ടെന്ന്, കാരണം സ്ട്രൈറ്റ് റോഡാണ്. നമ്മളവിടെ പിന്നെ വളഞ്ഞും തിരിഞ്ഞും ബ്ലോക്കും പരിപാടിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞിട്ട് കാരണം നമ്മളവിടെ ജനസംഖ്യ കൂടുതലാണ്. ഇവിടെ പിന്നെ എന്താ പറയുക ജനസംഖ്യ ഉണ്ട്, പക്ഷേ ഇവിടെ ഗ്രാമപ്രദേശങ്ങളാണ് അധികം, നമ്മളെ മാതിരിയിലെ ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് സ്ട്രൈറ്റ് റോഡ് വെട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതാകണ്ടോ ബൈക്കേഴ്സ് പോണോക്കെ, അതെനിക്ക് ഇഷ്ടമായി. ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട, ഏതാ മൂട്. നമ്മളോടാണെങ്കിൽ പൊക്കി ഗൈസ് 1500, 4500, 25,000 ട്രിപ്പിൾ അടക്കം 500 ലൈസൻസ് ഇല്ലെങ്കിൽ, അതേപോലെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ മൊത്തം ഒരു 10-15 റുപ്യേൻ്റെ കളവണ്ടി 10-15 റുപ്യ പോയി കിട്ടുണ്ടോ. ബൈക്കേഴ്സ് പോണോക്കൂ. ടൈം ഉണ്ടാവോ? ഇത് കർണാടകത്തിലെ ഏതോ ഒരു നഗരം, സോറി നഗരമല്ല ഗ്രാമം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി.